ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വിശേഷം കണ്ടാലോ? ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ നാട്, അഞ്ചൽ കൈപ്പള്ളി. ഇവിടുന്ന് 1.5 കിലോമീറ്ററോളം ഉള്ളിലോട്ട് കയറി പോകണം. തുള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് എൻ്റെ വീടും കടയും കൂടെ ചേർന്നിട്ടുള്ളതാണ്. അമ്മയ്ക്ക് കച്ചവടമുണ്ട്. അത് കഴിഞ്ഞിട്ട് തുണിയും കറിച്ചട്ടി, ചൂല്, ബേക്കറി ഐറ്റം, പിന്നെ കിണറ്റിയിടുന്ന വല, അങ്ങനെ ചൂല് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള. അരിയൊന്നുമില്ല കേട്ടോ. അരിയൊന്നും എടുത്തു വയ്ക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അരിയൊന്നും എടുത്തു വെച്ചിട്ടില്ല. ബാക്കി കറിച്ചട്ടി, തുണി അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഉണ്ട്. ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഈ അരി ഒഴിച്ച് ബാക്കിയെല്ലാം കടയിലുണ്ട്. പിന്നെ ഇതമ്മ വെയിൽ വരുന്ന സമയത്ത് കർട്ടൻ പോലെ ഇടുന്ന കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം പന്നലായി പോയി അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് കയറിയാലോ? ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഫസ്റ്റ് ചെല്ലുമ്പോൾ ഒരു ഹാള്. ഇത് അച്ഛനാണ്, 9 മാസമായി മരിച്ചിട്ട്. ഹാളിനകത്ത് മൊത്തവും ഓരോന്നൊക്കെ വെച്ചേക്കും കേട്ടോ. ടി വിയുടെ പുറത്തൊക്കെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, അതാണ് വലിയതായിട്ട് കാണിക്കാതെ. ഇതാണ് ഫാമിലി ഫോട്ടോസുകളൊക്കെ. ഇതിനകത്ത് എൻ്റെ മോളൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകത്തുണ്ട്. ഇനി എൻ്റെ മോക്കുള്ളയും കൂടെ ഫോട്ടോ ഇതിനകത്ത് വെക്കണം. ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇത് എൻ്റെയും ചേച്ചിയുടെയും റൂമായിരുന്നു. ഇപ്പോൾ ഇതിനകത്തൊന്നും ആരും ഇല്ല കേട്ടോ. ഇപ്പം അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അമ്മ വൈകുന്നേരം ഒന്നെങ്കിൽ ചേച്ചിയുടെ അവിടെ അല്ലെങ്കിൽ എൻ്റെ അവിടെയൊക്കെ അല്ലേ. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് വലുതായിട്ട് കിടക്കാനൊന്നും ആരുമില്ല. പിന്നെന്താ പറയുക, അമ്മ അങ്ങനെ പാചകം ചെയ്യുകയാണ് കേട്ടോ. ചോറും എല്ലാം ഉണ്ടാക്കുവാണ്. പിന്നെ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അമ്മയുടെ തന്നെ കുറേ കൃഷികളാണ്. കൃഷി എന്ന് പറയുമ്പം വെണ്ട, വഴുതനങ്ങ, മുളക്, അങ്ങനെയൊക്കെ ഉള്ള ഒരുവിധം തെറ്റില്ലാത്ത എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് മഞ്ഞളാണ് കേട്ടോ. അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന് ഇട്ടിരുന്നതാണ്. പക്ഷേ അത് ഭാഗ്യത്തിന് കിളിച്ചു. ഇതൊക്കെ അതൊക്കെ അമ്മയുടെ പരിപാടിയാണ്. മുളക്, വഴുതനങ്ങ, കരിവേപ്പില, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ആണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് ഇത് എൻ്റെ അച്ഛനെ അടക്കിയേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് കാണുന്ന ഫുള്ള് ചേമ്പൊക്കെയാണ്. ഇത് ബാത്റൂം. അത് കഴിഞ്ഞിട്ട് വരുന്നത് വാഴയാണ് കേട്ടോ. ആ സൈഡിൽ കംപ്ലീറ്റ് വാഴ, ചേന, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം കുറേ ചീര, ഇത് നമ്മുടെ റൂബിക്ക അല്ലെങ്കിൽ ചുമന്ന നെല്ലിക്ക എന്നൊക്കെ അറിയപ്പെടുന്ന മരമാണ് കേട്ടോ നിന്നത്. കിണറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതെല്ലാം അച്ഛൻ്റെ പരിപാടിയാണ്. ഈ നെല്ലിക്ക, റംബൂട്ടാനൊക്കെ കൊണ്ടുവന്ന് നട്ടതൊക്കെ അച്ഛൻ്റെ പരിപാടിയാണ്. പിന്നെ ഇവിടെ അമ്മ ഓടൊക്കെ പാകി വെച്ച് മത്തങ്ങ, കുമ്പളത്തിൻ്റെത്, അങ്ങനെയുള്ളതൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പപ്പായ വരെ അമ്മ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കൂടുതലും ഇങ്ങോട്ട് വരുമ്പോഴൊന്നും വലുതായിട്ടില്ല. കുറേ വഴുതനങ്ങയും പച്ചമുളക്, കോവയ്ക്കയൊക്കെ ഭയങ്കര ഇതായതുകൊണ്ട് അമ്മ അത് എടുത്ത് അവിടെ പാവി നട്ട് അതൊരു കിളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ഇട്ട് വയ്ക്കും. അത് മൊത്തം കോവലിൻ്റെ വള്ളികളാണ് കേട്ടോ കിടക്കുന്ന കംപ്ലീറ്റ്. ഇത് പിന്നെ അമ്മയുടെ അച്ഛൻ്റെ കടയാണേ. അത് പിന്നെ അപ്പം മരിച്ചപ്പം പിന്നെ അമ്മയ്ക്കായി. അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പം സാധനമൊന്നും വയ്ക്കാറില്ല, വിറവ് മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വരുമ്പം ഇതാണ് ഞങ്ങളുടെ കന്നിമൂല. ഇവിടെ അച്ഛൻ റംബൂട്ടാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തെറ്റി അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെടികളും ഒരു റംബൂട്ടാനും വെച്ചിട്ടുണ്ട്. റംബൂട്ടാൻ ആദ്യമായിട്ട് ഈ വർഷം കായ്ച്ചതാണ്. നല്ല റെഡ് കളറിലുള്ള നല്ല മധുരം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് അമ്മയുടെ മുളവെന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ അമ്മ പാവാൻ നിർത്തിയൊക്കെ. ഇത് ഞാൻ പിച്ച അമ്മേനെ കൊല്ലും, അതുകൊണ്ട് മുളക് പിച്ചാതിരിക്കുന്നതാണ് വൃത്തി. അത് കഴിഞ്ഞിട്ട് അമ്മ വയലിൽ പോയായിരുന്നു. വയലിൽ പോയി കൊലയൊക്കെ വെട്ടിക്കൊണ്ടൊന്നും തോന്നിയൊന്നുമില്ല, ഒരു 2-3 കൊല, അതിനപ്പുറമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം വെട്ടിക്കൊണ്ട് വന്നിട്ട് അമ്മ ചായ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കടയിൽ ആൾ വന്നപ്പം ഈ മാമേൻ്റെ കൂടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സുഖമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ തിരിച്ച് ഞങ്ങൾ രാത്രിയായപ്പം തിരിച്ച് നാവായിക്കുളത്തേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ചിരുന്നപ്പോഴത്തേക്ക് കണ്ടക്ടർ വന്നു. കണ്ടക്ടർ ഇത് അമ്മ ഡെയിലി പോകുന്ന ബസ്സിലെ കണ്ടക്ടറാണ് കേട്ടോ. അവർക്കറിയാം, അണ്ണന്മാർക്കറിയാം. അണ്ണന്മാരങ്ങനെ പരിചയപ്പെടുകയും എല്ലാം ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.